വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്നോടൊപ്പമുള്ളത് നഗരാസൂത്രണ വിദഗ്ധൻ അനിൽകുമാർ പണ്ടാല സാറാണ്. സാർ, ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസനത്തിന് അദാനിക്കൊപ്പം കൈകോർക്കാൻ ഇനി ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിലൊന്നായ MSCയും വരികയാണ്. 13,000 കോടി രൂപയാണ് അദാനി വിഴിഞ്ഞം പോർട്ട് ലിമിറ്റഡിൽ ഈ MSC നിക്ഷേപിക്കുന്നത്. ഇന്ത്യൻ തുറമുഖ മേഖലയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ വിദേശ നിക്ഷേപമാണ് ഇത്. ആദ്യം ചോദിക്കാനുള്ളത്, ഈ MSCയുമായുള്ള പങ്കാളിത്തം എത്രത്തോളം ഗുണം ചെയ്യും, അല്ലെങ്കിൽ വിഴിഞ്ഞത്തിന് നൽകുന്ന നേട്ടങ്ങൾ എന്താണ്? ചോദ്യത്തിൽ തന്നെ ഉത്തരം അടങ്ങിയിട്ടുണ്ട്. കാരണം ഇന്ത്യയിൽ തന്നെ ഷിപ്പിംഗ് മേഖലയിൽ ഏറ്റവും വലിയ ഒരു നിക്ഷേപമാണ് എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. അതുതന്നെ ആണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഗുണം എന്ന് പറയുന്നത്. ഈ അദാനി പോർട്ടുമായിട്ട് MSC കൈകോർക്കുമ്പോൾ ഏറ്റവും വലിയ നിക്ഷേപം എന്നുള്ളതിനെക്കാട്ടിൽ കൂടുതൽ MSC അദാനിയുമായിട്ട് പങ്കുചേരുന്നു എന്നുള്ളതാണ്. MSC ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയാണ്. ഇപ്പോൾ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ, ഏറ്റവും വലിയ ഷിപ്പുകളുള്ളതാണോ, അതോ ഏറ്റവും കൂടുതൽ അവരുടെ സർവീസ് ഉള്ളതാണോ എന്നുള്ളതല്ല. അവർക്ക് എല്ലാ മേഖലകളിലും അവർ നമ്പർ 1 ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ തന്നെ ഏറ്റവും വലിയ ഷിപ്സ് എന്ന് പറയുന്നത്, കണ്ടെയ്നർ ഷിപ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഓണേഴ്സ് MSCയും എവർഗ്രീനും ഒക്കെയാണ്. അവരുടെ ഈ ഓഷൻ ലൈനേഴ്സ്, കാർഗോ ഷിപ്സിൻ്റെ ഷെഡ്യൂൾസ് നോക്കിക്കഴിഞ്ഞാൽ അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദാനിയുമായിട്ട് കൈകോർക്കുമ്പോൾ നമുക്ക് 2 ഗുണങ്ങളാണുള്ളത്. ഒന്ന്, അവർ നേരത്തെ കൊളംബോ, സിംഗപ്പൂരിലൊക്കെ പോയി കണ്ടെയ്നർ ഷിപ്മെൻറ്റ് നടത്തിയിരുന്നത്, ഇന്ത്യയിലേക്കുള്ള കണ്ടെയ്നർ ഷിപ്മെൻറ്റും അല്ലാതെ, അത് വിഴിഞ്ഞത്തേക്ക് വരാൻ അവർക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റ് വരില്ലേ. അപ്പം നമുക്ക് എവിടെയെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാനല്ലേ നോക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനി ലോകത്തെ എന്ന് പറയുമ്പോൾ അത് വിഴിഞ്ഞത്ത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഏറ്റവും കൂടുതൽ സർവീസസ് ഇവിടെ വന്ന് ടച്ച് ചെയ്തിട്ട് പോകാനല്ലേ നോക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അദാനി വിഴിഞ്ഞം പോർട്ടിന് അത് വലിയ നേട്ടമുണ്ടാക്കും, ഇന്ത്യക്കും വൻ നേട്ടമുണ്ടാക്കും, യാതൊരു സംശയമില്ല. സർ, ശരിക്കും ഈ പ്രവർത്തനം തുടങ്ങി വർഷങ്ങൾക്കുള്ളിൽ വിഴിഞ്ഞം തുറമുഖം കൈവരിച്ച നേട്ടങ്ങൾ ആരെയും അമ്പരിപ്പിക്കുന്നതാണ്. നാൾക്കുനാൾ ഈ തുറമുഖത്തിൻ്റെ പ്രാധാന്യവും സാധ്യതകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഇത് കേരളത്തിനും സാമ്പത്തികമായി വലിയ കുതിപ്പേകില്ലേ? സംസ്ഥാന സർക്കാരിന് നികുതി ഇനത്തിലും ലാഭവിഹിതമായും വൻ വരുമാനം നേടാൻ കഴിയില്ലേ ഇതിലൂടെ? ഇപ്പോൾ നികുതി, ബർത്തിങ് ചാർജസ് എന്നൊക്കെ കിട്ടുന്ന നികുതി മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ, എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ളൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ, ഈ നിക്ഷേപത്തിന് അനുസൃതമായിട്ടുള്ള വരുമാനം കേരള സർക്കാരിന് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ട്രാൻസ്ഷിപ്മെൻറ്റ് കണ്ടെയ്നർ പോർട്ട് മാത്രമായി നിൽക്കുന്നത് കൊണ്ടാണ്. മാത്രവുമല്ല, ഈ കണ്ടെയ്നേഴ്സ് ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ വെളിയിലേക്ക് വരുന്നില്ല, കടൽ മാർഗം തന്നെയാണ് ട്രാൻസ്ഷിപ്മെൻറ്റ് നടക്കുന്നതൊക്കെ. ഈ കണ്ടെയ്നർ പോർട്ടിൻ്റെ വെളിയിലേക്ക് വന്ന് റോഡ് മാർഗം പോയി തുടങ്ങുമ്പോൾ നികുതിയിൽ കുറച്ച് വർധന ഉണ്ടാവും. പിന്നെ അത് ഗേറ്റ് വേ പോർട്ടാണ്, ഇമ്പോർട്ട് എക്സ്പോർട്ടിനുള്ളൊരു പോർട്ടും കൂടെ ആകുമ്പോഴേ ഒരു നികുതി വർധന കേരള ഗവൺമെൻറ്റിന് വരുവുള്ളൂ. എല്ലാ രീതിയിലും, നികുതി ഇനത്തിലായാലും തൊഴിൽ അവസരങ്ങളിലായാലും മൊത്തത്തിലുള്ള ഒരു കോമേഴ്സ് ഡെവലപ്മെൻറ്റ്, ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് വരണമെങ്കിൽ ഈ വിഴിഞ്ഞം പോർട്ട് ഇതിൽ നിന്ന് ഒരു ഗേറ്റ് വേ പോർട്ട്, അത് ഇമ്പോർട്ട് എക്സ്പോർട്ട് പോർട്ടും ആയി മാറിയാൽ മാത്രമേ വരുള്ളൂ. അതുപോലെ വലിയൊരു കേരള സർക്കാരിനൊരു വലിയ നികുതി വരുമാന വർധനവ് ഇതുകൊണ്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. സാർ, ഈ നിലവിൽ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ തുറമുഖങ്ങൾ വഴി കടന്നു പോകുന്ന ചരക്കുകൾ ഇനി വിഴിഞ്ഞത്തേക്ക് വരും. പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ നിന്നുള്ള ചരക്കുകൾ വലിയ തോതിൽ തന്നെ വിഴിഞ്ഞത്തേക്ക് ആകർഷിക്കാൻ കഴിയും എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ രാജ്യത്തെ തുറമുഖ അടിസ്ഥാന സൗകര്യ രംഗത്തെ ഏറ്റവും വലിയ വിദേശ സ്വകാര്യ നിക്ഷേപത്തിലൂടെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ പ്രമുഖ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബായി വിഴിഞ്ഞം മാറാനുള്ള സാധ്യതയുണ്ടോ? അതായത് ഈ കൊളംബോയുടെ പ്രാമുഖ്യം കുറയുമോ? ഇതിൽ 2 ആൻസേഴ്സ് ഉണ്ട്. ഒന്ന്, ഈ ഗ്ലോബൽ ട്രേഡ് വർദ്ധിച്ചു വരികയാണ്, വളരെ വേഗം വർദ്ധിക്കുന്ന ഒരു പർട്ടിക്കുലർ ബിസിനസ്സാണ് ഗ്ലോബൽ ട്രേഡ്, സീ ട്രേഡ്. അപ്പം അതിന് ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ സിംഗപ്പൂർ പോർട്ട് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഈ ലാർജ് കണ്ടെയ്നർ ബർത്തിൻ്റെ നീളം 15 കിലോമീറ്ററാണ്.
നമ്മളിവിടെ ഇപ്പോൾ 28 ഈ വർഷം അവസാനത്തോടു കൂടി 1.2 കിലോമീറ്ററേ ആകുള്ളൂ. അതായത് 1/10 ഉള്ളൂ വിഴിഞ്ഞം പോർട്ട് ഈ വർഷം അവസാനം ആകുമ്പോഴത്തേക്ക്. ഇനിയും 2028 കൂടി വരുമ്പോൾ തന്നെ നമ്മൾ പറയുന്നത് 2 കിലോമീറ്റർ ബെർത്താവുന്നതാണ്. അപ്പോഴത്തേക്ക് അവർ ഈ 15,000 അതായത് 15 കിലോമീറ്റർ എന്നുള്ള സിംഗപ്പൂർ ബെർത്ത് 26 കിലോമീറ്റർ ആക്കുകയാണ് ഇവിടുത്തെ. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യത്തിലോട്ട് ഇപ്പോൾ സിംഗപ്പൂർ പോർട്ടിന് ഭീഷണിയാകുമോ അത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. സിംഗപ്പൂരിൻ്റെ കൂടെ എത്താൻ പറ്റിയില്ലെങ്കിലും നമുക്ക് സിംഗപ്പൂരിനൊരു കോമ്പറ്റീഷൻ കൊടുക്കാം. അവർ നോക്കും നമ്മളെവിടാണെന്ന് എപ്പോഴും നോക്കിയിട്ടേ അവരുടെ പോളിസീസും അവരുടെ വർക്കും നടക്കുക. അതുപോലെ തന്നെ കൊളംബോയ്ക്ക് തീർച്ചയായിട്ടും നമുക്ക് കൊളംബോയെ നമുക്കൊരു പ്രശ്നമേ അല്ല, നമുക്ക് അവരെ മറികടക്കാനും കഴിയും, യാതൊരു സംശയമില്ല. കാരണം 2 ഇഷ്യൂസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഒന്ന്, ഡിമാൻഡ് ഇത് ഗ്ലോബൽ ട്രേഡ് വളരെ ഉയർന്നു പോവുകയാണ്, അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് വളരെ ഹൈ ആണ്. അപ്പം അതെന്തായാലും നമുക്ക് കൂടുതൽ ഡിമാൻഡുണ്ട്. അപ്പോൾ ഡിമാൻഡ് നമുക്ക് അത് സപ്ലൈ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ. രണ്ടാമത്, ഈ പോർട്ടിൻ്റെ എഫിഷ്യൻസി. ഞാൻ അറിയുന്നത് ഗ്ലോബൽ ലിസ്റ്റിൽ വിഴിഞ്ഞം ആദ്യത്തെ 5 പോർട്ടിൽ വരുന്നതാണ് എഫിഷ്യൻസി ഇൻ ഹാൻഡ്ലിങ് കണ്ടെയ്നേഴ്സ്. അത് വളരെ നല്ല രീതിയിലാണ് അവരുടെ എക്യുപ്മെൻറ്റ്സും അവരുടെ പ്രൊസീജിയേഴ്സും സിസ്റ്റംസും എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതാണ് നല്ല ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എഫിഷ്യൻസി ഇൻ ഹാൻഡ്ലിങ് കണ്ടെയ്നേഴ്സ് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് വളരെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും കൊളംബോ പോർട്ട് നമുക്കൊരു ഭീഷണിയേ അല്ല. ഇത് മാത്രമല്ല, നമുക്ക് കൊളംബോ പോർട്ടിനെയൊക്കെ മറികടക്കാനായിട്ട് വളരെ കുറച്ച് നാൾ മതി. ഇപ്പോൾ തന്നെ 1000 ഷിപ്പ് ഇവിടെ വന്നില്ലേ. 1000 ഷിപ്പ് ലോകത്ത് 1.5 വർഷം കൊണ്ട് ഒരു പോർട്ടിലും ലാർജ് കണ്ടെയ്നർ ഷിപ്സ് വന്നിട്ടില്ല എന്നാണ് ഞാൻ അറിയുന്നത്. എന്തുകൊണ്ടാണ് സിംഗപ്പൂർ പോർട്ട് ഇത്രയും വികസനത്തിന് പോകുന്നത്? കാരണം അതിനുള്ള സ്കോപ്പുണ്ട് എന്നുള്ളതാണ്. അപ്പം ആ സ്കോപ്പാണ് നമ്മൾ ഈ വിഴിഞ്ഞം പോർട്ടിൽ അതിലൊരു പ്രധാന ഒരു പ്ലെയർ ആകി മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ചും ഈ MSCയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ. കാരണം ഒരു കമ്പനി തന്നെ ഇതിനെല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ റിസ്ക് കൂടുതലാണ്. അപ്പം ഒരു ബിസിനസ് വീക്ഷണത്തിൽ കൂടി നോക്കുകയാണെങ്കിൽ വേറൊരു പങ്കാളിയെ എടുത്താൽ യാതൊരു തെറ്റുമില്ല. അത് റിസ്ക് മിറ്റിഗേഷനിൽ വരും അതിൻ്റെ ഒരു സക്സസ്. റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പെർഫോമൻസും മെച്ചപ്പെടും, യാതൊരു സംശയവുമില്ല. അപ്പോൾ അത് ആ റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ നമ്മളെടുക്കുന്ന നമ്മുടെ പങ്കാളി MSCയെ പോലൊരു അതികായനാകുമ്പോൾ അത് വളരെ നല്ലൊരു പാർട്ട്ണർഷിപ്പാകും. അത് ഈ വിഴിഞ്ഞം പോർട്ടിൽ ഇന്നിപ്പോൾ 2 കിലോമീറ്റർ 2028 എന്നുള്ളത് അത് 4 കിലോമീറ്റർ ആയിക്കൂടായികയില്ല. കൂടുതൽ നീളമുള്ള ബർത്തുകൾ ആയിക്കൂടായികയില്ല എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതൊക്കെ ഇനിയിപ്പോൾ അദാനിയുടെ അടുത്ത ബിസിനസ് പ്ലാനിൽ നമുക്ക് അത് നമ്മൾ റിവീൽ ചെയ്യുമ്പോൾ നമുക്ക് അത് മനസ്സിലാകും. ഇപ്പം തന്നെ ഒരു ചെറിയൊരു ഇൻഡിക്കേഷൻ കിട്ടിയത് 2 മില്യൺ TU ഉദ്ദേശിച്ചിരുന്ന സ്ഥലത്ത് 5.7 മില്യൺ TU ആണ് ഇവരുടെ പങ്കാളിത്തം കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്ന ബിസിനസ് എന്നാണ് ഞാനിപ്പോൾ അറിയുന്നത്. അത് തന്നെ വലിയൊരു എന്താ പറയേണ്ട വാഗ്ദാനമാണ് ഈ വിഴിഞ്ഞം പോർട്ടിന്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. സാറേ, ഈ വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റത്തിനെതിരെ പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുണ്ട്. ഓഹരി കൈമാറ്റത്തിലൂടെ ഒറ്റ കമ്പനിയിലേക്ക് എല്ലാം കേന്ദ്രീകരിക്കപ്പെടുമെന്നും വികസന സാധ്യതകൾ ഇല്ലാതാക്കുമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്ന് നിയമസഭയിൽ പറഞ്ഞത്. 2035 മുതൽ സംസ്ഥാന സർക്കാരിന് ഈ വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്ന് വരുമാന വിഹിതം ലഭിക്കേണ്ടതല്ലേ? ഒരു കമ്പനിയുടെ കുത്തക അധികാരം വരുമാന കണക്കുകളിൽ കൃത്രിമം കാണിക്കാനും അതുവഴി സർക്കാരിന് ലഭിക്കേണ്ട വിഹിതം കുറയ്ക്കാനും ഇടയാക്കുമെന്ന ആശങ്കയും പ്രതിപക്ഷം പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെയൊരു ആശങ്കയുണ്ടോ? ഇവരുടെ ഞാനിപ്പോൾ ഇവരുടെ എന്ന് പറയുന്നില്ല, കേരളത്തിലുള്ള ഏത് പാർട്ടികളായാലും ഇവിടെ വളർന്നു വന്നിരുന്ന വ്യവസായത്തിനെ നശിപ്പിച്ചത് നമ്മളൊക്കെ തന്നെ അല്ലേ? ഇതേ ആശയങ്ങളും വാദങ്ങളും കേട്ടു തന്നെയാണ് നമ്മൾ വളർന്നത്. ഇതേ ആശയങ്ങളും വാദങ്ങളും ഒക്കെ തന്നെയാണ് ഇവിടുത്തെ വ്യവസായത്തെ പൂർണ്ണമായും നശിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ബെവറേജസ് കോർപ്പറേഷൻ കുത്തകയല്ലേ? KSRTC ശരിക്കും പറഞ്ഞാൽ കുത്തകയല്ലേ? അപ്പോൾ ഇതൊന്നും കുത്തക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഇട്ട് കറക്കേണ്ട കാര്യമൊന്നുമില്ല. കുത്തക ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റർ വന്ന്
ഇപ്പോൾ സിയാൽ നല്ലവണ്ണം മുമ്പോട്ട് പോകുന്നു എന്ന് പറയും. കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ട് എന്തുകൊണ്ടാണ് പോകുന്നത്? ഒരു പൂർണ്ണമായിട്ട് അതിൽ ശ്രദ്ധ ചെലുത്താൻ പറ്റുന്ന ഒരു വ്യവസായി അത് നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിന് മെച്ചമുണ്ടാവും തീർച്ചയായിട്ടും. അതിനെ നമുക്ക് നാളെ ഇപ്പോൾ സിയാലിനെ കുത്തകയെന്ന് വിളിക്കാം, കൊച്ചി മെട്രോ റെയിലിന് വേണമെങ്കിൽ കുത്തകയെന്ന് വിളിക്കാം, എല്ലായിടത്തും പോയി ബിസിനസ് പിടിക്കുന്നുണ്ട്. അപ്പോൾ കുത്തക എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ശരിയല്ല. തീർച്ചയായിട്ടും ഈ അദാനി പോലുള്ള കമ്പനികൾ കേരളത്തിന് പണ്ടേ ആവശ്യമായിരുന്നു. അദാനി വന്നു, MSCയെ പോലുള്ളൊരു അധികാരം നമ്മളുമായിട്ട് ചേരുക, പങ്കാളിയാവുക എന്ന് പറയുന്നത് അത് വളരെ അഭിമാനിക്കേണ്ട കാര്യമാണ്. മാത്രമല്ല സർക്കാരിന് പല പല കൺട്രോൾസും കൊണ്ടുവരാം, പല കൺട്രോൾസ്. ഈ അണികളെ പറഞ്ഞ് ഒന്ന് ഉഷാറാക്കിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വാചകങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. സർക്കാരിന് ഒരുപാട് ഇപ്പോൾ തന്നെ കൺസെഷൻ എഗ്രിമെൻറ്റിൽ തന്നെ പല പല ക്ലാസ്സുകളും ഉണ്ട്. ആ ക്ലാസ്സുകളിൽ ഇതിൻ്റെ ദുരുപയോഗം തടയാനായിട്ട് ഇഷ്ടംപോലെ ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ്സുകൾ ഉപയോഗിച്ചാൽ മാത്രം മതി ഇതിൻ്റെ ദുരുപയോഗം തടയാം. ഉപയോഗം തടയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ രീതിയിൽ നോക്കിയാലും ഇതിന് വളരെ മെച്ചപ്പെട്ട ഒരു വ്യവസായ ഒരു പാർട്ട്ണർഷിപ്പാണ്. യാതൊരു കാരണവശാലും മലയാളികൾ ഇതിനെ പണ്ട് വേൾഡ് ബാങ്കിൻ്റെ ടീം ഇവിടെ വന്നപ്പോൾ PWD പബ്ലിക് ഓഫീസിൻ്റെ മുമ്പിൽ വെച്ച് കാറിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് കാറ് കത്തിച്ച ഒരു കേസുണ്ട്. അതുപോലുള്ള നാണക്കേടിനൊന്നും നമ്മൾ മലയാളികളെ ഇടയാക്കരുതെന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഇവിടെ ഈ വിഴിഞ്ഞത്തേക്ക് കൂടുതൽ കണ്ടെയ്നറുകൾ എത്തുന്നത് കേരളത്തിനും സാമ്പത്തികമായി വലിയ കുതിപ്പേകും എന്ന് പറയുമ്പോൾ ശരിക്കും കേരളത്തിന് ഗുണമുണ്ടോ? കാരണം ഈ കണ്ടെയ്നർ കൈമാറ്റം റോഡ് വഴിയാക്കിയാൽ മാത്രമല്ലേ കേരളത്തിന് ഗുണമുണ്ടാകൂ? ഇല്ലെങ്കിൽ വിഴിഞ്ഞത്തെത്തുന്ന കണ്ടെയ്നറുകൾ കടൽ മാർഗം തന്നെ കൈമാറ്റം ചെയ്താൽ ആ കമ്പനിക്കും നടത്തിപ്പുകാർക്ക് മാത്രമല്ലേ ലാഭമുണ്ടാവുകയുള്ളൂ? അത്രയേ ഉള്ളൂ. അത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അത് ഈ ഗേറ്റിൻ്റെ വെളിയിലേക്ക് കണ്ടെയ്നർ വന്നില്ലെങ്കിൽ നമുക്ക് ഗുണം വളരെ കുറവാണ്. അതിൻ്റെ ബേസിക്കലി ഈ പോർട്ട് ഉപയോഗിക്കുന്നതിനുള്ള ടാക്സ് നമുക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു ടാക്സ് ഇനത്തിൽ കുറച്ച് കിട്ടും എന്നുള്ളതല്ലാതെ പിന്നെ കുറച്ച് അവിടുത്തെ എംപ്ലോയീസ് താമസിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുന്ന അവിടെ അടുത്തുള്ള വീടുകളും ലോഡ്ജുകളും ഭക്ഷണശാലകളും അവർക്കൊക്കെ ഇതിനുള്ള ബെനിഫിറ്റ് ഉള്ളൂ. നേരത്തെ ഒരാൾ പറഞ്ഞ പോലെ അപ്പുറത്തെ അടുത്തുള്ള ചായക്കടയിൽ ഒരു ചായ കൂടുതൽ വിട്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഒരു ചായ കൂടുതൽ വിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യുമെന്ന് പറയാം. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഏതൊരു പോർട്ടും, വിഴിഞ്ഞം പോർട്ട് പോലുള്ളൊരു പോർട്ട് നമ്മൾ യാതൊരു കാരണവശാലും ഒരു കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് ആയിട്ട് മാത്രം വയ്ക്കാൻ പാടില്ല. അതിനെ ഒരു ഗേറ്റ് വേ പോർട്ടായിട്ടും അതിനനുബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വരാനുണ്ട്. അതൊന്നും ഇവിടെ കേരള ഗവൺമെൻറ് അതിലോട്ട് നോക്കുന്നേ ഇല്ല. ഇത്രയും നല്ല ഒരു പദ്ധതി ഇവിടെ കൊണ്ട് കേരള ഗവൺമെൻറ് കൊടുത്തിട്ട് സർക്കാരും ഇവിടെയുള്ള ആൾക്കാരും തിരുവനന്തപുരത്തെ ജനങ്ങളും ഇത് 1% പോലും ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ വളരെ വിഷമം ഉളവാക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഹാർബർ ഒരു ഷിപ്പ് ബിൽഡിംഗ് യാർഡിൻ്റെ ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു. അത് പ്രപ്പോസൽ ഇട്ടത് ഹിന്ദുസ്ഥാൻ ഷിപ്പ് യാർഡാണ്, കൊച്ചി ഷിപ്പ് യാർഡിൻ്റെ അനുബന്ധ ഘടകമാണ് ഇട്ടത്. കാരണം കൊച്ചിക്ക് അവിടെ ഒരു ലിമിറ്റേഷനുണ്ട്. അപ്പോൾ അവർക്ക് എക്സ്പാൻഡ് ചെയ്യണ്ടേ, അവർക്ക് അവിടെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. ഇതാണൊരു നല്ല പദ്ധതി. കാരണം ഡയറക്റ്റായിട്ട് 20 മീറ്റർ 16 തൊട്ട് 20 മീറ്റർ ഡ്രാഫ്റ്റുള്ള, അതായത് ഡെപ്ത് ഉള്ളതാണ്. അപ്പം ഷിപ്പ് യാർഡ് അതിനൊരു നല്ല പ്രപ്പോസലാണ്, അത് ചെയ്യാം. അതുപോലെ ലക്ഷറി വെസൽസ് ബർത്ത് ചെയ്യാനുള്ള ക്രൂയിസ് ടെർമിനൽ അത് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. മാത്രമല്ല വാധ്വാൻ പോർട്ട് ഈ ഒരു 1.5 വർഷം മുമ്പാണ് അനൗൺസ് ചെയ്തത്, 2 വർഷം മാക്സിമം. ഈ വാധ്വാൻ പോർട്ട് മഹാരാഷ്ട്രയിൽ, ഈ വാധ്വാൻ പോർട്ട് അനൗൺസ് ചെയ്ത് ഒരു 6 മാസത്തിനകത്ത് 2500 കോടി രൂപയുടെ റോഡ് അതിന് പണി തുടങ്ങിക്കഴിഞ്ഞു. 2500 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ റോഡ് ഈ പോർട്ട് മെയിൻലാൻഡുമായിട്ട് ബന്ധിപ്പിക്കാനായിട്ടുള്ള അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ആവശ്യങ്ങൾക്കായിട്ട് ഇവിടെ 1/2 കിലോമീറ്റർ റോഡ് പോലും അത് പ്ലാൻ പോലും ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സർക്കാർ കഴിവില്ലാത്തവരൊന്നുമല്ല അവിടെ ഇരിക്കുന്നത്. പക്ഷേ ഈ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് എന്ന് പറയുന്ന കമ്പനിയെ കൊണ്ട് യാതൊരു ഉപയോഗവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
അവരാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. ആ ചുറ്റുപാടുള്ള ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ പിന്നെ ഒരു 10-20 വർഷത്തേക്കുള്ള ആവശ്യങ്ങൾ കണക്കിലെടുത്ത് ഡെവലപ്പ് ചെയ്യേണ്ട അവരാണ് ചെയ്യേണ്ടത്. ഇതൊന്നും ചെയ്യാതെ കേരളത്തിന് ബെനിഫിറ്റ് വളരെ കുറവായിരിക്കും. സാർ, ഈ ലോകത്തെ വൻ കമ്പനികളുടെ എല്ലാം കണ്ണ് നിലവിൽ വിഴിഞ്ഞത്തിന് മേലാണ്. ഈ തുറമുഖത്തിൻ്റെ സാധ്യതകൾ അത്രയേറെ വലുതാണല്ലോ. വിഴിഞ്ഞം ഒരു ആഗോള വ്യാപാര ഹബ്ബായി മാറാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും മാറാം. ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ ആദ്യകാല ബിഡ് പ്രോസസ്സ്, അതിൻ്റെ DPR ഇതിലൊക്കെ ഞാൻ ശരിക്കും ഇൻവോൾവ് ആയിരുന്നു. അതിൽ ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ കഴിവുകൊണ്ടല്ല, ഞാൻ വർക്ക് ചെയ്ത കമ്പനി ILFS പറയുന്ന കമ്പനിയാണ് എം രാഘവൻ സാറും പഴയ വിഴിഞ്ഞം പോർട്ടിൻ്റെ MD ആയിരുന്ന ജയകുമാർ സാറും എല്ലാം കൂടി ഇത് പൊക്കിയെടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ ഞങ്ങളുടെ കമ്പനിയാണ് എൻ്റെ ട്രാൻസാക്ഷൻ അഡ്വൈസറായിട്ട് ആദ്യമായിട്ട് അവർ നിയമിച്ചിരുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഈ വിഴിഞ്ഞം പോർട്ട് നമ്മൾ ആദ്യം വിശകലനം ചെയ്യുന്നത് എന്തായിരുന്നു, അതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും വരാതാണ് ഇപ്പോഴും ചെയ്തിരിക്കുന്നത്. ഈ വിഴിഞ്ഞം പോർട്ട് പ്രാക്ടിക്കലായിട്ട് നടക്കുമ്പോൾ ഇതൊരു ഗേറ്റ് വേ പോർട്ടായി മാറി കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് പിന്നെ ആഗോള ഈ ട്രേഡിൽ വിഴിഞ്ഞം പോർട്ടിന് വളരെ ഉയർന്ന ഒരു പദവി കിട്ടും. ഇപ്പം സിംഗപ്പൂർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്തിപ്പറ്റാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് കൊളംബോയെ തീർച്ചയായിട്ടും നമുക്ക് പിന്നിലാക്കാൻ കഴിയും. ദുബായ് പോർട്ടുമായിട്ട് നമുക്ക് കിടപിടിക്കാൻ കഴിയും. ഇപ്പം നേരത്തെ പറയുകയുണ്ടായി, നമ്മുടെ ഇന്ത്യ മഹാസമുദ്രത്തിലെയും നമ്മുടെ ബംഗാൾ ഉൾക്കടലിലെയും ട്രേഡ് നമുക്ക് ഇതുവഴി കിട്ടുന്നുള്ളത് വളരെ കറക്റ്റാണ്. ആക്ച്വലി ഇതിലൊരു ഞാൻ കാണുന്ന ഒരു ഹിഡൻ അജണ്ടയും കൂടെ കാണുന്നുണ്ട്. അതായത് ബംഗ്ലാദേശ് എക്സ്പോർട്സ് ഏതാണ്ട് നല്ലൊരു ശതമാനം ഇതുവഴി പോകാൻ ചാൻസ് ഉണ്ട്. അത് ഒരു സാധ്യതയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതൊരു സ്ട്രാറ്റജിക് ഒരു ഡിസിഷനായിട്ടും കൂടെ വേണം കണക്കാക്കാൻ. മൊത്തത്തിൽ തീർച്ചയായിട്ടും വിഴിഞ്ഞം ആഗോള മാപ്പിൽ, ഗ്ലോബൽ മാപ്പിൽ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഒരു പോർട്ടായി മാറുന്നുള്ള യാതൊരു സംശയമില്ല. ഇത് അദാനി CEO എറണാകുളത്തെ ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ പറയുകയുണ്ടായി, അടുത്ത സിംഗപ്പൂർ തിരുവനന്തപുരമായിരിക്കും. പുള്ളി ഒരെണ്ണം കൂടെ പറഞ്ഞു, അത് തിരുവനന്തപുരത്ത് അവർ ശ്രദ്ധിക്കാമെങ്കിൽ കൊള്ളാം. തിരുവനന്തപുരത്തിന് സിംഗപ്പൂർ പോലെ ഡെവലപ്പ് ചെയ്യാനുള്ള സിറ്റിക്കൊരു കഴിവുണ്ട്, പക്ഷേ ഇങ്ങനെ ഇരുന്നാൽ പോരാ, അത് കുറച്ചും കൂടെ ഒന്ന് മാറിയാൽ അതുപോലായി വരാനുള്ള കഴിവുണ്ടെന്നും കൂടെ പറഞ്ഞു. എന്താ അദ്ദേഹം ഉദ്ദേശം എനിക്കറിയില്ല. മറ്റൊരു കാര്യമുള്ളത്, ഈ പദ്ധതി നടപ്പാക്കണമെങ്കിൽ നിയമപരമായ അനുമതികളും സർക്കാർ ക്ലിയറൻസുകളും സമയബന്ധിതമായി ലഭിക്കണ്ടേ? പ്രത്യേകിച്ച് ഇടപാടുകൾ വിദേശ ബന്ധമുള്ളതാണ്. അതിനാൽ തന്നെ കേന്ദ്രത്തിൻ്റെ പച്ചക്കൊടി അനിവാര്യമാണല്ലോ. അതെല്ലാം പെട്ടെന്ന് കിട്ടുമോ? മാത്രമല്ല, നിലവിലെ കരാർ പ്രകാരം 2075 തുറമുഖം പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന് കൈമാറേണ്ടതുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ ഈ വിദേശ നിക്ഷേപ കമ്പനിയുടെ റോൾ എന്തായിരിക്കും എന്നതിലൊക്കെ ഒരു വ്യക്തത വേണ്ടേ? രണ്ടുത്തരവുണ്ട് ഇതിന്. ഒന്ന്, കൈമാറുമ്പോൾ വിദേശ കമ്പനിയുടെ ഇപ്പം 75 കൈമാറുമ്പോൾ എന്തായിരിക്കും കമ്പനിയുടെ നിലപാടെന്നുള്ള ഇനിയും 10-50 വർഷം അകലെയാണ്. നമുക്ക് പ്രത്യേകിച്ച് അതൊന്നും ഇപ്പം പറയാൻ പറ്റില്ല. പക്ഷേ അതെന്തായിരിക്കണം സർക്കാരിൻ്റെ നിലപാടും കമ്പനിയുടെ നിലപാടും എന്നുള്ളത് നമുക്കൊരു ബ്രോഡ് ഫ്രെയിംവർക്ക് കൺസെഷൻ എഗ്രിമെൻറ്റിലുണ്ട്. അത് നടപ്പാക്കിയാൽ മതി. പക്ഷേ ഈ പദ്ധതി നടപ്പാക്കണമെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ പല കാര്യങ്ങളിലും പച്ചക്കൊടി കിട്ടേണ്ടതുണ്ട്. കേരള സർക്കാരിൻ്റെയും കിട്ടാനുണ്ട്. കേന്ദ്ര സർക്കാർ 99% പ്രൊഫഷണലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അത് കോൺഗ്രസ് സർക്കാരായിരുന്നപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു വർക്ക് ചെയ്യുന്നത്. കാരണം ബ്യൂറോക്രസിക്ക് ഒരുപാട് അവിടെ റോൾസ് ഉണ്ട്. അപ്പം പ്രൊഫഷണൽസിന് വലിയ ഡൈലൂഷൻ വരില്ല. മോദി സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ ആ പ്രൊഫഷണൽസ് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുണ്ട്. വളരെ പ്രൊഫഷണലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ കിട്ടേണ്ട അനുമതികൾക്കൊന്നും അവിടെ ഡിലേ വരില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഡിലേ വരില്ല. അതിലെന്തെങ്കിലും അനുബന്ധ ഘടകങ്ങൾ കേരള ഗവൺമെൻറ് നൽകേണ്ടതായിട്ടുണ്ടെങ്കിൽ കേരള ഗവൺമെൻറ് വരുത്തുന്ന ഒരു ഡിലേ അവിടെ വരുള്ളൂ. പക്ഷേ കേരളത്തിൽ ഇത് ഒരുപാട് ഡിലേ വരാം.
എനിക്ക് ഡയറക്റ്റായിട്ട് എക്സ്പീരിയൻസ് ഉള്ളതാണ്. നമ്മുടെ കേരള സർക്കാർ എന്ന് പറഞ്ഞാൽ അവിടെ ഏതെങ്കിലും പിന്നെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരാൾ ഇതിന് തടസ്സം നിന്നാൽ ആ തടസ്സം നീക്കാനായിട്ട് മറ്റാർക്കും ചങ്കൂറ്റം കാണില്ല. അതായത് താഴെക്കിടയിലുള്ളവരെല്ലാവരും കൂടെ നിന്നാൽ മാത്രമേ മുകളിലുള്ളവർ ഓരോ ഡിസിഷൻസ് എടുക്കുകയുള്ളൂ. ഇത് നേരെ തിരിയണം. മുകളിലുള്ളവർ വേണം പറഞ്ഞ് താഴെക്കിടയിലുള്ളവരെ മനസ്സിലാക്കാനായിട്ട് എന്താണ് നല്ലത്, എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത്. അല്ലാതെ ഏതെങ്കിലും ഒരാളുടെ, ഇപ്പം ഞാനൊരു സിമ്പിൾ കാര്യം പറഞ്ഞാൽ, നമ്മൾ റോഡിൽ പാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ പാർക്ക് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കടയിൽ വന്നതല്ലേ പിന്നെ ഞാനിവിടെ പാർക്ക് ചെയ്യും ചോദിക്കും. ആ ആറ്റിറ്റ്യൂഡ് മാറണം. അപ്പോൾ അത് ഈ ചോദ്യം പേടിച്ചാണ് പോലീസുകാർ പോലും അവിടെ നോക്കാതെ തിരിഞ്ഞ് കണ്ണും തിരിഞ്ഞങ്ങ് പോകും. പല സംഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട് അങ്ങനെ. പോലീസുകാരുടെ ജോലി ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്, അവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ആ ജോലി നമുക്ക് വിട്ടിട്ട് അവരങ്ങ് പോകും എന്ന് പറയുന്നത് പോലാണിത്. ഈ കേരള ഗവൺമെൻറ്റിൻ്റെ തടസ്സത്തിന് 1000 വഴികളുണ്ടാവും. അത് പിന്നെ ഓവർകം ചെയ്യാനുള്ളൊരു ചങ്കൂറ്റം കേരള ഗവൺമെൻറ്റിന് വന്നാലേ, ഉണ്ടെന്ന് ഇല്ല എന്ന് തന്നെ ഞാൻ പറയാം, ഇപ്പം അത് വന്നാലേ ഇങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്നവർ സന്തോഷമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഒരു മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് വരാത്തത്. ഈ തുറമുഖത്തിൻ്റെ വികസനത്തിനൊപ്പം തന്നെ തീരദേശവാസികളുടെ പുനരധിവാസവും പ്രാദേശികമായ വികസനവും ഒക്കെ ഉറപ്പാക്കേണ്ടി വരില്ലേ? അതിനൊക്കെയുള്ള നടപടികൾ തുടങ്ങിയോ? എന്താണ് ഇനി വേണ്ടത്? എല്ലാ പ്രോജക്റ്റിലും കേന്ദ്ര സർക്കാരിൻ്റെ പോളിസി അനുസരിച്ചിട്ട് എല്ലാ പ്രോജക്ട്സിലും പിന്നെ റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ് പോളിസി എന്നും പറഞ്ഞൊരു പോളിസി സർക്കാരിനുണ്ട്. നല്ല പോളിസിയാണ്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നല്ല റെക്കഗ്നിഷൻ കിട്ടിയിട്ടുള്ള പോളിസിയാണ് ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ R&R പോളിസി. അത് റോഡ് പിന്നെ അക്വിസിഷൻ തൊട്ട് ഇങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ പിന്നെ യൂസിന് പിന്നെ ഭൂമി ഏറ്റെടുക്കുമ്പോൾ അതിനെല്ലാത്തിനും പിന്നെ ആപ്ലിക്കബിളാണ്. ആ പോളിസി നേതാക്കൾ മനസ്സിലാക്കണം. ബ്യൂറോക്രസിക്ക് അറിയാം, പക്ഷേ നേതാക്കൾ മനസ്സിലാക്കണം. നേതാക്കൾക്ക് അണികളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ചങ്കൂറ്റം വേണം. ഇതൊന്നും ഇല്ലെങ്കിൽ അവിടുത്തെ ഇതിൻ്റെ അവസാനം സഫർ ചെയ്യാൻ പോകുന്ന ആരാണ്? അവിടുത്തെ നിവാസികളായിരിക്കും. ഈ പിന്നെ പലരും നമ്മളെ പറഞ്ഞ് പിന്നെ ഇത് ഭീതി ഉളവാക്കും. നമുക്കൊരു ഫിയർ സൈക്കോസിസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മളെല്ലാം ലാൻഡ് നഷ്ടപ്പെടുകയാണ്, ഇപ്പോൾ എന്തോന്നോ ഭൂമി പിന്നെ ആകാശം ഇടിഞ്ഞ് താഴെ വീഴുമെന്നൊക്കെ പറയും. അങ്ങനെയൊന്നുമില്ല. എല്ലാത്തിനും നല്ല പോളിസീസ് ഉണ്ട്. ആ പോളിസി പ്രകാരം പോയാൽ നമുക്ക് പിന്നെ കൊള്ളലാഭം കിട്ടില്ലായിരിക്കും, പക്ഷേ എന്നാലും നമുക്ക് അർഹമായിട്ടുള്ള എല്ലാ ബെനിഫിറ്റ്സും കിട്ടും. നേരത്തെ ആ ചോദിച്ച ചോദ്യത്തിന് സ്പെസിഫിക്കായിട്ട് മറുപടി പറയുകയാണെങ്കിൽ, ഇതുപോലുള്ളൊരു വികസനം വരികയാണ്. ആ വികസനത്തിന് കേരള ഗവൺമെൻറ്റും കേന്ദ്ര സർക്കാരും കൂടെ നിന്ന് ഇതിനെ അങ്ങോട്ട് പൊലിപ്പിക്കുകയാണെങ്കിൽ ആ പ്രദേശം മൊത്തത്തിൽ, പ്രദേശം തിരുവനന്തപുരം പിന്നെ ജില്ല മുഴുവൻ ഇതിൻ്റെ ഗുണങ്ങൾ കൊണ്ട് വളരെ പിന്നെ സാമ്പത്തികമായിട്ട് വളർച്ച കൈവരിക്കാം. കാരണം ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരുപാട് വരാം. ഇപ്പം സംഭവിക്കാൻ പോകുന്നത്, ഒരു മേജർ ഇൻവെസ്റ്ററും കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല, തിരുവനന്തപുരത്ത് ഇൻവെസ്റ്റ് ചെയ്യില്ല. അപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? സൗത്ത് തമിഴ്നാട്, തിരുനെൽവേലി, കന്യാകുമാരി, തൂത്തുക്കുടി ജില്ലകളിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ പോകുന്നത്. മേജർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരും. കാരണം ഈ വിഴിഞ്ഞം പോർട്ടിന് കൈകാര്യം ചെയ്യാവുന്ന ചരക്കിൻ്റെ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ടാണിത്. അപ്പം പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് എല്ലായിടത്തും ഡെവലപ്പ്. ഇപ്പോൾ ബോംബെ എന്തുകൊണ്ട് ഡെവലപ്പ് ചെയ്തു, കൽക്കട്ട എന്തുകൊണ്ട് ഡെവലപ്പ് ചെയ്തു, വെസ്റ്റ് ബംഗാൾ എന്തുകൊണ്ട്, പണ്ട് ഇപ്പം അത് നശിച്ചു പോയ നമുക്ക് കഥ എന്താണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ബോംബെ എന്തുകൊണ്ട് ഡെവലപ്പ് ചെയ്തു, ഗുജറാത്ത് എന്തുകൊണ്ട് ഡെവലപ്പ് ചെയ്തു, തമിഴ്നാട് ഡെവലപ്പ് ചെയ്തത്, ആന്ധ്ര. അപ്പോൾ ഇതെല്ലാം ഈ പോർട്ട് അധിഷ്ഠിതമായിട്ടാണ് നമ്മുടെ എല്ലാ ഡെവലപ്മെൻറ്റും ലോകത്തെല്ലായിടത്തും വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തിരുവനന്തപുരത്തിന് ഡെവലപ്പ് ചെയ്തേ പറ്റൂ. പക്ഷേ ഡെവലപ്മെൻറ്റിന് ഇവിടെയുള്ളൊരു ഇപ്പോഴത്തെ മോഡേൺ മാനേജ്മെൻറ്റ് ടെർമിനോളജി പറഞ്ഞാൽ ഇക്കോ സിസ്റ്റം എന്ന് പറയും. ആ ഇക്കോ സിസ്റ്റം ഇല്ലെങ്കിൽ, ഇക്കോ സിസ്റ്റം എന്താണ്? നിങ്ങൾ ഉൾപ്പെടുന്ന ആൾക്കാരുടെ മെൻറ്റാലിറ്റി, അതൊരു വലിയ ഫാക്ടറാണ്. അത് ഇല്ലെങ്കിൽ ഇത് തമിഴ്നാട്ടിലേക്ക് പോകും. അപ്പോൾ തമിഴ്നാട് വളരെ ഗംഭീരമായിട്ട് അവിടെ മാനുഫാക്ചറിങ്, ഈ ഒരു പോർട്ട് കൊണ്ട് വെറും ഒരു ട്രേഡിങ്, നമ്മുടെ മലയാളികളുടെ മെൻറ്റാലിറ്റി ഒരു സാധനം വാങ്ങിച്ച് അപ്പുറത്തോട്ട് വിൽക്കുക എന്നുള്ളതാണ്. അതിൽ നിന്നൊക്കെ വളരെ ഉയരണം. നമ്മുടെ മാനുഫാക്ചറിങ്ങിലേക്ക് പോകണം. ആ മാനുഫാക്ചറിങ് ആണ് ഇപ്പോൾ തമിഴ്നാട് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഗംഭീരമായി ഡെവലപ്പ് ചെയ്യും. ആ
ഇപ്പം ഇതിൻ്റെ ശരിക്കുള്ള ഇമ്പാക്റ്റ് നമ്മളിന്ന് ചൂഷണം ചെയ്യാൻ നമ്മൾ ഒരു മെൻറ്റാലിറ്റി കാണിച്ചില്ലെങ്കിൽ അത് സൗത്ത് തമിഴ്നാട്ടിലേക്ക് പോകും. പൊക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ അത് അവർ ചെയ്താലെങ്കിലും കണ്ട് നമ്മൾ ഒരു 5-8 വർഷമായാലും പഠിച്ച് നമ്മൾ ഇവിടെയും ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് അതിഗംഭീരമായിട്ട് ഉയർന്നു വരാം.